സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനരുവൃഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൽ ഗുരുവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഭഗവാനോട് എന്തു വേണം അറിഞ്ഞിട്ടൊന്നുമില്ല, ഭഗവാനാണെന്ന് അപ്പോൾ അറിയാൻ വഴിയില്ല എന്നാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. 3 അടി മണ്ണാണ് എനിക്ക് വേണ്ടത്. ഇത് കേട്ടപ്പോൾ മഹാബലിക്ക് തന്നെ കുറച്ചൊരു പരിഹാസം. അഹോ ബ്രാഹ്മണദായാത, ഭാഗവത്തിൽ സംബോധന ബ്രാഹ്മണദായാത, ബ്രാഹ്മണക്കുട്ടി, ഇങ്ങനെയൊക്കെയാ ഒരു ചക്രവർത്തിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക. ഏതായാലും ചോദിക്കാൻ പുറപ്പെട്ട ഒരു കാര്യത്തിൽ പെടണ്ടേ. വിശ്വേഷം മാം ത്രിപദമിഹ കിം യാശസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു. ഈ ഭൂമി മുഴുവനാണ് ചോദിക്കൂ, ഞാൻ തരില്ല, എന്താ അങ്ങേക്ക് തരാമെന്ന് ആദ്യം പറഞ്ഞല്ലോ. പിന്നെയോ കിമമുനേത്യാലപത്വാം സതൃപ്യൻ, അഹങ്കാരം ഉണ്ടായി കുറച്ച്. ഒക്കെ തൻ്റെ ആണെന്നുണ്ട് തോന്നലുകൊണ്ടാണ് കൊടുക്കണത്. നമ്മുടെ അല്ലാത്തൊരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അത് എൻ്റെ അല്ലാട്ടോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും, ഇല്ലേ? അപ്പം നമ്മുടെയാണ് എന്ന തോന്നലാണ് ഈ കൊടുക്കലിന് അടിസ്ഥാനം. സത്യത്തിൽ ഇവിടെ ഉള്ളത് എന്തെങ്കിലും നമ്മുടെയാണോ? എല്ലാം ഭഗവാൻ തന്നത് ഭഗവാന്റെ ഇല്ലേ? ആ ഒരു ഭാവമുള്ള ഒരാളെ എങ്ങനെ കൊടുക്കുക? പക്ഷെ ഇവിടെ ലേശം തോന്നി, നക്ഷത്രങ്ങളും മഴയും ഏതൊക്കെ എവിടെ കണ്ടോ അതുവരെ എൻ്റെ സാമ്രാജ്യം വ്യാപിച്ചിട്ടുണ്ട്. വാമണക്കുട്ടി, യാവത് തഷ്ടതി പർജന്യത്താമതീന. എവിടെ നക്ഷത്രമുണ്ടോ, എവിടെ താരകമുണ്ടോ, എവിടെ മഴയുണ്ടോ, ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ സാമ്രാജ്യം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഭാഗവത്തിൽ പറയണത്. യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്തി അക്ഷമക്ഷേപവാദാൻ. ഈ അഹങ്കാരമാണ് മഹാബലിയുടെ തകരാറ്. ഏത് ഗുണമുണ്ടെങ്കിലും അഹങ്കാരം വന്നാൽ അതിനെയൊക്കെ മങ്ങും എന്നാണ്, മങ്ങലേൽപ്പിക്കും. പിന്നെ ആ ഗുണങ്ങൾക്ക് പ്രസക്തി ഇല്ലാണ്ടാവും. അതുകൊണ്ട് വിനയം എല്ലാറ്റിൻ്റെ പിന്നിലും ഉണ്ടെങ്കിൽ ഏത് ഗുണവും ശോഭിക്കുള്ളൂ. എത്രത്തോളം നമുക്ക് ഉത്കർഷം അല്ലെങ്കിൽ മറ്റുള്ളവർ ബഹുമാനിക്കുന്നു അത്രത്തോളം നമ്മുടെ തല താഴണം. ഈ വൃക്ഷങ്ങളതാത്രേ നമുക്ക് കാണിച്ചു തരണം. 4 മാങ്ങ അധികം ഉണ്ടായാൽ, കുറച്ചല്ല നല്ലോണം മാങ്ങിയുണ്ടായാൽ മാവിൻ്റെ കൊമ്പ് താഴും, ഇല്ലേ? പൊങ്ങുതല്ല ചെയ്യുക. അപ്പോൾ എന്തുണ്ടെങ്കിലും വിനയം ഉണ്ടാവണം. എന്നാ വിശേഷബുദ്ധി ഇല്ലാത്ത വൃക്ഷങ്ങളും കൂടി കാണിച്ചു തരണം, അല്ലേ ഏട്ടാ എന്ന് കൃഷ്ണൻ ദശമസ്കന്ധത്തിൽ പ്രസ്താവമുണ്ട്. കുറച്ചുണ്ടാവുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ മോഹം. പേര് കൊടുക്കണം, നോട്ടീസിൽ പേര് വെച്ചത് ചെറുതായി, ബാനറിൽ എൻ്റെ പേര് വച്ചില്ല, എന്തേ ഇത്ര ചെറിയ ഫോട്ടോ വയ്ക്കാൻ. എത്ര ആചാര്യന്മാർ തമ്മിത്തല്ലുണ്ടറിയോ? ഈ പേര് വെച്ചാലും വെച്ചില്ലെങ്കിലും അയാളുടെ പേര് അയാൾക്ക് ഉണ്ടാവില്ലേ? ആരാ വായിക്കണം? ഇന്ന ആളാണ് കേട്ടോ, ഇത് പറഞ്ഞോളും. പക്ഷേ ബോധം ഉണ്ടാവണില്ല. തൻ്റെ കേമത്തം തനിക്കുണ്ട്, അത് ഇനി ആര് തന്നാലും അത് തന്നില്ല. ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറിയ കാര്യത്തിനടക്കം ഈ അഹം ബുദ്ധി കൊണ്ട് എത്ര ആളുകളാണ് തൻ്റെ അറിവിനെയും മാഹാത്മ്യത്തിനെയും കുറയ്ക്കണത്. യസ്മാത് ദർപ്പാത്, ഏതൊരഹങ്കാരം കൊണ്ട് ത്രിപദ പരിപൂർത്തി അക്ഷമ, 3 അടി പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. ക്ഷേപവാദാൻ ബന്ധഞ്ചാസാവഗമത് അതദർഹോപിഗാഢോപശാന്തി. അധിക്ഷേപ വാക്കുകളെയും ബന്ധനത്തെയും സഹിക്കേണ്ടി വന്നു. ബന്ധൻ ചാസാവഗമത് അതദർഹോപിഗാഢോപശാന്തി. ത്രിപദ പരിപൂർത്തി അക്ഷമ, 3 അടി പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. അതദർഹ അഭി, വേണ്ടവനല്ല എങ്കിലും എന്നാണ് ഇവിടെ. അതദർഹോപി ശരിക്കൊരു ശിക്ഷയ്ക്ക് ഇറങ്ങാനാണോ മഹാബലി എന്ന് വെച്ചാൽ അല്ല എന്നാണ് ഇവിടെ കവിയുടെ അഭിപ്രായം പറഞ്ഞത്.
എന്നിട്ടും ശിക്ഷ ഏറ്റുവാങ്ങി. കാരണം അങ്ങനെ ഒരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ മഹാബലി ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല. ഉണ്ടോ? ഭഗവാനോടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും സ്വർഗം കീഴടക്കി അതൊക്കെ ദേവന്മാരുമായിട്ട്, ഭഗവാന്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ശിക്ഷ ഭഗവാന് കൊടുക്കാൻ ശരിക്കും അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. അതാണ് അതതർഹ. അർഹ അതിൻ്റെ ഓപ്പോസിറ്റ് അതർഹ. അർഹനല്ലെങ്കിൽ പോലും ഗാഢോപശാന്തി, ആ ഒരു അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ശിക്ഷ കൊടുത്തു. എന്താ കുട്ടി ഇത്? ഒരാളൊരു 3 അടി മണ്ണ് കൊടുത്തു എന്ന് എന്നെ പറ്റിയാ പറയുക. അതെ, ഇങ്ങോട്ട് വരിക, മഹാബലി ദാനം കൊടുത്തു അത്രേ. അതെയോ? എന്ത് 3 അടി മണ്ണ? അയ്യേ, ഇതാർക്കാ കൊടുക്കാൻ പ്രയാസം? കാരണം ഈ പണ്ടൊക്കെ ഈ 3 അടി മണ്ണിന് വലിയ വിലയില്ലാത്തൊരു കാലമായിരുന്നു. മണ്ണെന്ന് പറഞ്ഞാൽ വലിയൊരു ദാനമല്ല. എന്നല്ലേ ഇപ്പോൾ ഒരു സെൻറ്റിന് അത്ര കോടി, ഇത്ര ലക്ഷം, 10 ലക്ഷം, 100 ലക്ഷം എന്നൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ ഈ മനക്കിൽ കാര്യസ്ഥന്മാരൊക്കെ ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞ് കാര്യസ്ഥന്മാർ തല ചൊറിഞ്ഞാൽ ഒരു ലേശം മണ്ണ് എന്നാ പറയുക, 5 സെൻറ്റോ 6 സെൻറ്റോ ആവോ ഉദ്ദേശിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ തമ്പരാക്കന്മാർ പറയുന്നതാണ്. അവിടെ 5 സെൻറ്റ് കൊണ്ട് എന്താവുക? ആ കാണുന്ന വരെ അവിടെ വിളച്ചെട്ടിക്കോ, അത് നമുക്കുള്ളതാ. ഒരു പൈസയും കൊടുക്കാണ്ടല്ലേ കാര്യസ്ഥന്മാർ ഭൂമി കൈക്കലാക്കിയിട്ട് നമ്പൂരാർ സന്തോഷിച്ചാൽ കൊടുക്കും. അങ്ങനെ എത്രയോ ആൾക്കാർ ബ്രാഹ്മണ സ്വത്ത് കയ്യിലാക്കിയിട്ട്, പക്ഷേ അതിൻ്റെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കണമുണ്ട് കേട്ടോ അവർ, സംശയമൊന്നും വേണ്ട. അപ്പോൾ പണ്ടെന്താ ചോദിച്ചാൽ ഈ ഭൂമി വിലയ്ക്കല്ലാണ്ട് കൊടുത്തിരുന്നു. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. ഭൂമി ദാനം എന്ന് പറഞ്ഞാൽ വലിയൊരു ദാനമല്ല. എന്നിട്ട് ഈ 3 അടി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എന്നെ പരിഹസിക്കും. മഹാബലിയുടെ ദാനത്തെ പറ്റി കേട്ടില്ലേ? എന്തേ 3 അടി മണ്ണൈ? ബ്രാഹ്മണ, എനിക്ക് തന്നെ ഒരു ചീത്തപ്പേരാണത്. അതുകൊണ്ട് കഴിഞ്ഞുകൂടാൻ കുറച്ച് ഏക്കർ ഭൂമി വേണം, എന്നെങ്കിലും എന്നോട് അങ്ങ് ചോദിച്ചുകൂടെ? ഞാൻ തരില്ലേ, പിന്നെ എന്തിനാ മടിക്കണം? ഇതാണ് മഹാബലിയുടെ ചോദ്യം. ഓ ബ്രാഹ്മണതായ അതാ, ഒന്നും നിശ്ചയില്ലാത്ത പ്രാപ്തിയില്ലാത്തൊരു കുട്ടി, ചോദിക്കേണ്ടവരോട് ചോദിക്കേണ്ട പോലെ ചോദിക്കാനും അറിയില്ല. അതെന്തൊരു കഷ്ടമാണത്. അതാണ് ഇവിടെ പറഞ്ഞത്, ശിക്ഷയ്ക്ക് അർഹനല്ലെങ്കിലും ലേശൊരു അഹങ്കാരത്തിൻ്റെ ധ്വനി അതിലുണ്ടായിരുന്നു. ദാനത്തിനുള്ള സന്നദ്ധതയേക്കാൾ അഹങ്കാരമാണ് അതിൽ കുറച്ച് ഭഗവാൻ നോക്കിയത്, കണ്ടത്. പാദത്രയ്യ എതിനമുദിതോ വിട്ടപേർണാഭിതുഷ്യേ തുക്തിത്തേസ്മിൻ വരദഭവതേ ധാതുകാമേ തതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാ ദേയം ഹരിരയം ഇതി വ്യക്തമേവ ബഭാഷേ. ഭഗവാൻ തൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, പാദത്രയ്യ, 3 അടി മണ്ണുകൊണ്ട് സന്തോഷിക്കുന്നവൻ അതുകൊണ്ട് സന്തോഷിക്കും. സന്തോഷമില്ലാത്തവൻ എത്ര കിട്ടിയാലും സന്തോഷം ഉണ്ടാവില്ല. 10 കിട്ടുകയില്ലേ, 100 മതിയെന്ന് അങ്ങനെ പോവത്. യതി ന മുദിതോ, 3 അടി കൊണ്ട് സന്തോഷിക്കാത്തവൻ സ്വർഗം കിട്ടിയാലും സന്തോഷിക്കില്ല, 3 ലോകങ്ങൾ കിട്ടിയാലും സന്തോഷിക്കില്ല. ലോകങ്ങളെല്ലാം കിട്ടിയ ത്രിവിഷ്ടവൈ, 3 ലോകം കിട്ടിയാലും സന്തോഷമുള്ളവന് കുറച്ച് മതി. ഉള്ളതുകൊണ്ട് സന്തോഷിക്കുന്നവൻ ചെറുതുകൊണ്ട് സന്തോഷിക്കില്ല. സന്തോഷമില്ലാത്തവന് എത്ര കിട്ടിയിട്ടും കാര്യമില്ല. നാപി തുഷ്യേ, സന്തോഷമില്ലാത്തവൻ സന്തോഷിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ നിലപാടിൽ ഉറച്ചങ്ങനെ നിന്നു. സംതൃപ്തി എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ ഒരവസ്ഥ. അത് ഏറ്റവും കൂടുതൽ ഓരോരോ വ്യക്തിക്കനുസരിച്ചിട്ടാണ്. ഒരാൾക്ക് ഒരു TV പാക്കറ്റിലാക്കി പൊട്ടിക്കാതെ കൊടുത്തു, എൻ്റെ വക ഗിഫ്റ്റ് ഇരിക്കട്ടെ, ഉണ്ടായൊരു കാര്യം കേട്ടോ അത് പറയണത്. 3 മാസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായേ എൻ്റെ TV ചോദിച്ചാൽ അയാളത് പൊളിച്ചിട്ട് തന്നെ ഇല്ല പറഞ്ഞു. എന്തേ ചോദിച്ചു, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദിനചര്യ മുഴുവൻ തെറ്റും. സന്ധ്യയ്ക്ക് നാമജപം ഉണ്ടാവില്ല, നേരത്തെ എണീക്കൽ, കാര്യങ്ങൾ അനുഷ്ഠിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, താൻ ഇതൊന്ന് തിരിച്ചു കൊണ്ടുപോകും. അപ്പം അയാൾക്ക് ഈ സാധനം തൃപ്തിയല്ല ഉണ്ടാക്കുന്നത്. ഇഷ്ടമുള്ള ഒരാൾക്കോ ഇനി ഇതിലും ഇതൊന്നും ഇല്ല കേട്ടോ, വളരെ നന്നായി, വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു, എനിക്ക് എന്താ അതിന് വേണ്ടി
ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അങ്ങനെയാവും. അപ്പോൾ ഒരേ വസ്തു തന്നെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുകയും സബ്ജക്റ്റീവ് എന്ന് പറയും ഇംഗ്ലീഷിൽ, വ്യക്തിഗതമാണ്. അപ്പോൾ അത് ഒരാൾക്ക് എങ്ങനെ തോന്നും എന്ന് അയാളെ ആശ്രയിച്ചിരിക്കുന്നു. എനിക്കേതായാലും 3 അടി മണ്ണ് മതി. ഈ ത്യുക്തേസ്മിൻ വരദ, അല്ലയോ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ് ഭവതേ ധാതുകാമേ തതോയം, വെള്ളം അങ്ങോട്ട് കൊടുക്കുകയാണ്. ആദ്യം പ്രതീകാത്മായിട്ട് വെള്ളം കൊടുക്കുക, ഒരു ചടങ്ങുണ്ട്. അതങ്ങോട്ട് കിണ്ടിയോട്ട് കൊടുക്കാൻ നോക്കുകയാണ്. ദൈത്യാചാര്യസ്തവകലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം. ശുക്രാചാര്യരുടെ മഹാബലിയെ അങ്ങേക്ക് തെറ്റുപറ്റാൻ പോകുന്നു, ചെയ്യരുത്, ഇത് മഹാവിഷ്ണുവാണ്. മാമാദേയം കൊടുക്കരുത്, മാമാ ഡോണ്ട്, മാ എന്ന് പറഞ്ഞാൽ ഡോണ്ട്, മാമാദേയം കൊടുക്കരുത്. ഹരിരയമിതി, ഇത് ഹരിയാണ്, ഒരു ബ്രാഹ്മണ കുട്ടിയല്ല. എന്തിനാണ് ശുക്രാചാര്യർ അത് പറഞ്ഞത്? ഇത് മുഴുവനെ വിഷ്ണു അളന്നെടുക്കരുത് എന്നുള്ള ധാരണയിലല്ല കേട്ടോ. അങ്ങനെ നമുക്ക് തോന്നും. പിന്നെ ഭാഗവത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, തൻ്റെ ശിഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടാലും സത്യത്തിൻ്റെ മുമ്പിൽ തോൽക്കില്ല, കൊടുത്ത വാക്ക് മാറില്ല എന്ന് ഈ ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, എന്ത് വിഷ്ണു ആണ് എന്ന് അറിയാതെ അല്ലേ മഹാബലി കൊടുത്തത്? വിഷ്ണു ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊടുക്കുമോ? കൊടുക്കും. അത് അടുത്ത ശ്ലോകത്തിൽ തുടക്കത യാചസ്യേവം വ്യതിസ ഭഗവാൻ. അയ്യോ, ഭഗവാനാണ് ചോദിച്ചത് വെച്ചാൽ പിന്നെ കൊടുക്കണമെന്ന് സംശയമില്ല. വേറെ ആര് ചോദിച്ചതിനേക്കാട്ടിലും ഉത്സാഹത്തോടു കൂടി സംശയരഹിതമായിട്ട് കൊടുക്കണം ഭഗവാന്. യാജസ്യേവം വ്യതിസ ഭഗവാൻ. ആ ശ്ലോകം പിന്നെ പറയാം, ആ വാക്ക് മാത്രം പറഞ്ഞല്ലോ. യാജസ്യേവം വ്യതിസ ഭഗവാൻ. ഭഗവാൻ ചോദിക്കുക എന്നോട്, എന്നാൽ പിന്നെ കൊടുക്കട്ടല്ലേ വേറെ കാര്യമുള്ളൂ. ആരോടെങ്കിലും ഭഗവാൻ ചോദിക്കലുണ്ടോ? ഭഗവാനൊക്കെ വന്നിട്ട് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താ പറയേണ്ടത്? മണ്ടൻ. ആ അവസരം ഉപയോഗിക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈശ്വരനാണ് ചോദിച്ചത്, വിഷ്ണു ആണ് ചോദിച്ചത്, ചതിക്കാനാണ് ചോദിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടും തൻ്റെ ശിഷ്യൻ കൊടുക്കും എന്ന് ലോകത്തിന് തൻ്റെ ശിഷ്യൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശുക്രാചാര്യർ തടഞ്ഞത്. സത്യത്തിൽ തടയണം എന്നൊന്നും ഉദ്ദേശമില്ല, താൻ തടഞ്ഞാൽ നിൽക്കില്ല എന്ന് ശുക്രാചാര്യർക്ക് അറിയാം. ശുക്രാചാര്യർ ദൈത്യാചാര്യർത്തവകലു പരീക്ഷാർത്ഥിന, പരീക്ഷിക്കാനായിക്കൊണ്ട് പ്രേരണ കൊണ്ട് തം മാമാദേയം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഇത് വിഷ്ണുവാണെന്ന് വ്യക്തമേവാഭാഷേ, ഇത് വിഷ്ണുവാണ് എന്ന് വ്യക്തമായി പറഞ്ഞ് തടഞ്ഞു. എന്നിട്ടും മഹാബലി ഭഗവാന് കൊടുത്തു എന്ന് പറയണം. വിശ്വേഷം മാം ത്രിപദമിഹ കിം യാച സേവാലിശസ്തം. ലോകനാഥനായിട്ടുള്ള എന്നോട് 3 അടി മണ്ണ് ത്രിപദം യാചിക്കുക. കഷ്ടം എൻ്റെ കുട്ടി, ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? സർവാം ഭൂമിയും വൃണു, ഈ ഭൂമി മുഴുവനെ ചോദിക്കും, ഞാൻ തരില്ലേ? കിമു മുനേത്യാലപത്വം സദൃപ്യൻ, അഹങ്കരിച്ചു, അവിടെ തെറ്റി. യസ്മാത് ദർപ്പാ ത്രിപദ പരിപൂർത്തി അക്ഷമ, 3 അടി പോലും പരിപൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അക്ഷമ സാധിക്കാതിരിക്കുക. ക്ഷേപവാദാൻ ബന്ധഞ്ചാസാവഗമത് അതദർഹോപി ഗാഢോപശാന്തി. അർഹതയില്ലെങ്കിലും ഗാഢോപശാന്തി, അഹങ്കാരം ശമിപ്പിക്കാനായിക്കൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. പാദത്രയ്യ എതിനമുദിതോ വിഷ്ടപേർനാഭി. ഇഷ്ടപം 3 ലോകം. 3 അടി കൊണ്ട് തൃപ്തിയില്ലാത്തവന് 3 ലോകം കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തൃപ്തിയാവണവർക്കോ അതുകൊണ്ട് തൃപ്തി ഉണ്ടാവും. ഇത്യുക്തേസ്മിൻ ഭരതഭവതേ ധാതുകാമേത തോയം വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു. ദൈത്യാചാര്യസ്തവകലു പരീക്ഷാർത്ഥിന പ്രേരണ കൊണ്ട് അവനെ തടഞ്ഞു. മാമാദേയം കൊടുക്കരുത്. ഹരിരയം ഇതി വ്യക്തമേവാഭാഷ, ഇത് വിഷ്ണുവാണ്. കൊണ്ട് കൊടുത്താൽ 2 അടി കൊണ്ട് 3 ലോകം അളക്കും. 3ാമത്തെ ലോകം പൂർത്തീകരിക്കാൻ കഴിയാതെ നീ നരകത്ത് പോവും എന്ന് ശിഷ്യനോട് ശുക്രാചാര്യർ പറഞ്ഞു. എന്നിട്ടും കൊടുത്തു എന്ന് പറയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.